ഹലോ, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ബ്രെഡ് വെച്ചൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. സ്നാക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്വീറ്റാണ് കേട്ടോ. നല്ല അടിപൊളി സ്വീറ്റ്, പിള്ളേർക്കും വലിയവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഭയങ്കര, അതുപോലെ തന്നെ മധുരപ്രിയക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഷുഗർ ഉള്ളവർ ഇങ്ങോട്ട് നോക്കുക വേണ്ട കേട്ടോ. അത്രയ്ക്ക് ഷുഗർ ആയിട്ടുള്ള ഒരു നല്ലൊരു സ്വീറ്റായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാൽ ആദ്യമായിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ നമ്മുടെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വേണം. ആ പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ ബ്രെഡൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിള്ളേർക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണിത്. ബ്രെഡ് നമുക്ക് നല്ലോണം ഈ എണ്ണയിലിട്ടൊന്ന് മുരിച്ചെടുക്കണം. ഇത് എപ്പോഴും ഉണ്ടാക്കാൻ നിൽക്കണ്ട കേട്ടോ, കാരണം അത്രയ്ക്ക് ഒരു മിൽക്കി ആൻഡ് ജ്യൂസി ആൻഡ് ടേസ്റ്റി ആയിട്ടൊരു ഐറ്റമാണ്. ബ്രെഡൊക്കെ നല്ലോണം കറുമുറ എന്നുള്ള രീതിയിൽ നല്ല ബ്രൗൺ കളറിൽ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര വേണം. പഞ്ചസാരയിൽ നമുക്ക് വെള്ളം ഒഴിച്ച് ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. നമുക്ക് മധുരം കൂട്ടാം, കുറയ്ക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്. ഒരുപാട് മധുരം വേണ്ടവർക്ക് അത് അങ്ങനെ ഇടാം. ഞാൻ ഒരു ഫ്ലേവറിന് വേണ്ടി ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട്. ഷുഗർ സിറപ്പ് റെഡിയായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രെഡ് ഓരോന്നായിട്ട് അതിലേക്ക് സോക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നല്ലോണം ബ്രെഡൊക്കെ എടുത്ത് മുക്കി മാറ്റിയതിന് ശേഷം ആ പാനിൽ തന്നെ കുറച്ച് പഞ്ചസാരയുടെ ആ ഒരു മിക്സ് ഉണ്ടായിരുന്നു. അതിലേക്ക് തന്നെ കുറച്ച് പാല്, ഒരു അര കപ്പ് അളവിൽ പാലെടുത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോഴത്തേക്കും അതിൽ ഞാൻ പാൽപ്പൊടി, നമുക്ക് ഒരു 2-3 സ്പൂൺ പാൽപ്പൊടി ഇടാം. മധുരം കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം നമ്മുടെ ആവശ്യത്തിനായിട്ട്. അങ്ങനെ അതും കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് പാലൊന്ന് ചെറുതായിട്ട് വറ്റണം. അപ്പോഴേക്കും ഞാൻ മധുരത്തിനായിട്ട് ഇവിടെ എടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. കളറിനായിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുങ്കുമപ്പൂവൊക്കെ ചേർക്കാം, അപ്പോൾ നല്ല മഞ്ഞ കളറ് കിട്ടും. എൻ്റെ അതില്ലാതെ ഞാൻ ചെറിയ രീതിയിലൊരു മഞ്ഞ കളർ കിട്ടാൻ മഞ്ഞൾപ്പൊടി ഇട്ടു. നല്ലോണം ഈ രീതിയിൽ കുറുകി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് മിൽക്ക് മെയ്ഡ് ആണ് ഞാൻ ചേർക്കുന്നത്. പഞ്ചസാര അല്ല, മിൽക്ക് മെയ്ഡ്. അതാകുമ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. മിൽക്ക് മെയ്ഡ് ആവശ്യത്തിന് ഒഴിച്ചതിന് ശേഷം അതൊന്നും കൂടെ ഒന്ന് വറ്റിച്ച് കുറുക്കി ആ പാനിൽ നിന്ന് കുറച്ച് വിട്ട് വരുന്ന രീതിയിൽ ക്രീമായിട്ട്, നമ്മുടെ ബ്രെഡൊക്കെ ജാമൊക്കെ തേച്ച് നമ്മൾ കഴിക്കാറുണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ, ഒരു ജാം പരുവത്തിലൊക്കെ എടുത്ത് അതൊന്ന് ആറാനായിട്ട് വെക്കാം. അതൊന്ന് ചൂട് മാറിക്കഴിയുമ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇത്രേ ഉള്ളൂ കാര്യം. ആ പഞ്ചസാരയിൽ സോക്ക് ചെയ്ത ബ്രെഡ് നല്ലവണ്ണം ഇപ്പോൾ ഒരു സോഫ്റ്റി ആയിട്ടാണ് വന്നേക്കുന്നത്. കണ്ടോ, എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഓരോ ബ്രെഡും ഒക്കെ വെച്ച് നമുക്ക് ഇഷ്ടത്തിന് അതൊന്ന് ഫില്ല് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഒരുപാടൊന്നും കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ, അത്രയ്ക്ക് സ്വീറ്റാണ്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.